ഹൈപ്പ് എക്സ്പെക്ട് ചെയ്തില്ല. ഞാനൊരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നത്. തിയേറ്ററിനകത്ത് കയറിയപ്പോൾ തിയേറ്ററിനകത്ത് വേറെ ലെവൽ പടം. ഒന്നും പറയാനില്ല. പ്യുവർ ഗൂസ് ബംസ് അറ്റ് എവരി മൊമെന്റ്. നമ്മൾ ഏത് മൊമെന്റിലും ദിലീപിനെ കാണുമ്പോഴും അല്ലെങ്കിൽ ലാലേട്ടൻ കാണുമ്പോൾ ആ സീൻ കാണുമ്പോഴും ഓസം, ടോട്ടലി ഓസം. നമുക്ക് ബിയോണ്ട് ബേഡ്സ് നമുക്കൊരു പീക്കെത്തിപ്പോയി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കൈയടിച്ച് ഒച്ച ഉണ്ടാക്കി സൗണ്ട് വരെ പോയി. പീക്കെത്തിപ്പോൾ ആ ഓഡിയൻസൊപ്പം കാണും. നിങ്ങളിപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ട് ഫാമിലി ഓഡിയൻസിനൊപ്പം കണ്ടിട്ട് പടം പോരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ഓഡിയൻസിനൊപ്പം ഒച്ചപ്പാടുണ്ടാക്കി, ആ അലമ്പ് ഓഡിയൻസിനൊപ്പം ഒച്ചപ്പാടുണ്ടാക്കി ആർപ്പ് വിളിച്ച് ഡാൻസ് കളിക്കണം. ആ മൈൻഡുള്ള ഓഡിയൻസിനൊപ്പം കണ്ടു കഴിഞ്ഞാൽ പടം 100% വേറെ ലെവൽ. ഇപ്പോൾ മലയാളത്തിൽ ഇതുപോലെ മാർക്ക് ആൻ്റണി ഗുഡ് ബാഡഗിൽ സെറ്റപ്പിൽ സിനിമ ഇറങ്ങിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ പടം ഇറങ്ങണത്. വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ രീതിയിൽ പടം ഇറങ്ങിയിട്ടില്ല. കാരണം മോഹൻലാൽ വേറെ ലെവൽ. മോഹൻലാൽ വന്നതിനെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. തിയേറ്റർ വേറെ ലെവലായി മാറി. സൗണ്ടുമൊക്കെ പോയി. കാരണം ഇത് ലൈക്ക് നമ്മൾ ഒരു ഗാനമേളയ്ക്ക് ഒന്ന് ഡാൻസ് കളിക്കണ പോലെ വൈബായിരുന്നു തിയേറ്ററിനകത്ത്. 3 മണിക്കൂർ എൻജോയ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുത്തോ 110% ഗീവ്സ് യു ഗൂസ് ബംസ് അറ്റ് എവരി മൊമെന്റ് ഈസ് ലൈക്ക് ഐ ഡോണ്ട് നോ എന്ത് ചെയ്യണം. പീക്ക്. ഇതിലും മേലെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല. ഇത് അൾട്ടിമേറ്റ് ആണ്. ഇതിക്ക് മേലെ ഒന്നുമില്ല. ഇത് അൾട്ടിമേറ്റ്. ഇതിനൊന്നും ചെയ്യാനില്ല. കാരണം അൾട്ടിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ലെവൽ. ദിലീപ് ഈസ് ബാക്ക് ആണ്. 5-8 വർഷമായിട്ട് ദിലീപ് നല്ല ഹിറ്റൊന്നും ഇല്ലായിരുന്നു. നല്ല സിനിമയൊന്നും ഇല്ലായിരുന്നു. രാമലീലയ്ക്ക് ശേഷം ഒരു വമ്പൻ ഹിറ്റ്, വമ്പൻ കംബാക്ക് എന്ന് പറയാൻ പറ്റും. വമ്പൻ കംബാക്കാണ്.